നമസ്കാരം. ജനാധിപത്യ മൂല്യങ്ങൾ തകർത്തുകൊണ്ടും പ്രവാസി സമൂഹത്തിന്റെ വേദനകളെ അവഗണിച്ചുകൊണ്ടും കഴിഞ്ഞ 9 വർഷമായി ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശന തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്. ഗൾഫ് പ്രവാസികൾ കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണ്. അവരുടെ വിയർപ്പിലാണ് ഇന്നത്തെ കേരളം വളർന്നത്. എന്നാൽ പ്രവാസി സമൂഹത്തിന്റെ നന്മയും ഐക്യത്തെയും രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചിരുന്ന ശ്രമങ്ങൾ അപലപനീയമെന്ന് IOC പറഞ്ഞു. പ്രവാസി സമൂഹത്തിന്റെ ത്യാഗങ്ങൾക്കായുള്ള പ്രതിഫലം പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നുവെന്നും കഴിഞ്ഞ 9 വർഷത്തെ ഭരണകാലത്ത് പ്രവാസികൾക്കായി യാതൊരു ഫലപ്രദമായ നടപടിയും സ്വീകരിക്കാനായില്ലെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. കോവിഡ് മഹാമാരിയുടെ ഇരുണ്ട കാലത്ത് ആയിരക്കണക്കിന് പ്രവാസികൾ ദുരിതത്തിലായിരുന്നപ്പോൾ നോക്കി നിന്നത് ഇതേ മുഖ്യമന്ത്രിയാണെന്നത് മറക്കാനാവില്ല. മതേതര കേരളത്തിന്റെ ആത്മാവിനെ തകർക്കുന്ന വർഗീയ പ്രചാരണങ്ങൾക്ക് ഒത്താശ നൽകുകയും സമൂഹങ്ങളെ വേർതിരിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നയാളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം പ്രവാസി സമൂഹത്തിന്റെ വേദനകളെ രാഷ്ട്രീയ പ്രചാരണമായി മാറ്റാനുള്ള ശ്രമം മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഈ ഗൾഫ് സന്ദർശനം പ്രവാസികൾക്ക് വേണ്ടിയല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായുള്ള വേദി ഒരുക്കലാണെന്നും IOC കേന്ദ്ര കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. IOC ഒമാൻ കേരള ഘടകം കൺവീനർ ഡോക്ടർ നിഷ്താർ അധ്യക്ഷത വഹിച്ചു. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തെ വിമർശിച്ച് പ്രതിപക്ഷ മുൻ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും മാസം മാത്രം അകലെ നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൃതി പിടിച്ച് മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്നത് കേരളത്തിന് വേണ്ടിയല്ലെന്നും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പാർട്ടി താൽപര്യമാണെന്നും ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്തിന് വേണ്ടിയുള്ള വിഭവ സമാഹരണമോ വികസനമോ അല്ല മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം, മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രത്യേക പാർട്ടി താൽപര്യങ്ങളാണ്. അതിനുവേണ്ടി മാത്രമാണ് സർക്കാർ ഖജനാവ് കാലിയാക്കി ഈ വിശാലമായ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുബായ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രിയുടെ പ്ലാൻ. സൗദി അറേബ്യ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും കേന്ദ്രാനുമതി ലഭിച്ചില്ല. പക്ഷേ പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ഇരിപ്പ് വശം വെച്ച് അതിനും അനുമതി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. അതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. 2016 മുതൽ 2025 വരെ ഏതാണ്ട് 25ഓളം വിദേശ യാത്രകൾ മുഖ്യമന്ത്രിയും സംഘവും നടത്തിയെങ്കിലും ഇന്നേ വരെ സംസ്ഥാനത്തിന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നിക്ഷേപക സംഗമ യാത്രകൾ കൊണ്ട് ഒരു ധാരണാപത്രം ഒപ്പിട്ടില്ലെന്ന കേരള സർക്കാരിന് കീഴിലുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷനാണ് വിവരാവകാശ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ഒറ്റ രൂപയുടെ നിക്ഷേപം പോലും ഇതുമൂലം കേരളത്തിലേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് നടക്കാത്തത് നടത്താനല്ല, മറിച്ച് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് ഈ യാത്രയ്ക്കുള്ളതെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പ്രവാസി സംഗമം 24-ന് മസ്കറ്റിൽ നടക്കും. 25-ന് സലാലയിലും സംഗമം ഒരുക്കിയിട്ടുണ്ട്. 26 വർഷത്തിനു ശേഷം ആദ്യമായാണ് കേരള മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത്. 22-ന് തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്ന മുഖ്യമന്ത്രി 23-ന് പുലർച്ചെ മസ്കത്തിലെത്തും. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ 23-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 25-ന് സലാലയിലെ അൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് പരിപാടി. ഒമാനിലെ പരിപാടികളിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിങ്ങും മലയാളം മിഷനും ലോക കേരള സഭയുമാണ് സംഘാടകർ. മന്ത്രി സജി ചെറിയാൻ, നോർക്ക ഡയറക്ടർ വിൽസൺ ജോർജ്, വ്യവസായികളായ MA യൂസഫ് അലി, ഗർഫാർ മുഹമ്മദ് അലി തുടങ്ങിയവരും ഒമാനിലെ പരിപാടികളിൽ പങ്കെടുക്കും. മലയാളം മിഷൻ സലാല ചാപ്റ്ററിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നടത്തും.